കോഡ് മലയാളം ഇന്റർവ്യൂ സീരീസിൽ നമുക്ക് ഇപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റ് ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്: എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ അസിങ്ക് അവൈറ്റ്? സോ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോനകത്ത് പ്രോമിസ് കൊണ്ട് കിട്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെസ്റ്റഡ് ആയിട്ടുള്ള കോൾ ബാക്കുകൾ ഒഴിവാക്കുന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു കോഡാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനം എഴുതിയത്. സോ സാധാരണ രീതിയിൽ നെസ്റ്റഡ് ആയതിനു പകരം ഇവിടെ പ്രോമിസ് റിട്ടേൺ ചെയ്തിട്ട് അത് ആ ചെയിനിൽ അടുത്ത ദെന്നിൽ റിസോൾവ് ചെയ്ത് നമുക്ക് നെസ്റ്റഡ് കോൾ ബാക്കുകൾ ഒഴിവാക്കാൻ പറ്റും. സോ ഇനി നമുക്ക് ഈ കോൾ ബാക്കുകൾ തന്നെ ഒഴിവാക്കാൻ പറ്റുമോ? ഓക്കെ, സോ നമ്മളിപ്പോൾ ദെന്നിനകത്ത് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇതിനകത്തൊരു കോൾ ബാക്കാണ് പാസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. ഓക്കെ, സോ കോൾ ബാക്ക് ഒഴിവാക്കാൻ വലിയ നിവൃത്തിയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ APIയുടെ റെസ്പോൺസ് എപ്പോൾ വരിക എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് ആ വരുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയെ നിവൃത്തിയുള്ളൂ. സോ അതാണ് കോൾ ബാക്ക്. അസിൻക്രണസ് ആയതുകൊണ്ട് കോൾ ബാക്ക് കൂടിയേ തരത്തുള്ളൂ. സാധാരണ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു കോഡ് വെച്ചിട്ട് കോൾ ബാക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അൺലെസ് ജാവാസ്ക്രിപ്റ്റിൽ എന്തെങ്കിലും കമ്പൈലർ ലെവൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ അങ്ങനെ ഈ പ്രോമിസിന്റെ കേസിൽ കോൾ ബാക്ക് ഒഴിവാക്കാൻ ജാവാസ്ക്രിപ്റ്റ് കമ്പൈലർ ലെവലിൽ തന്നെ തരുന്ന ഒരു സപ്പോർട്ടാണ് അസിങ്ക് അവൈറ്റ്. സോ അതെങ്ങനെ ഒഴിവാക്കുന്നത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ പ്രോമിസ് തന്നെ നമുക്ക് അസിങ്ക് അവൈറ്റ് വെച്ചിട്ട് കോൾ ബാക്ക് ഒഴിവാക്കി എഴുതാൻ നോക്കാം. ഓക്കെ, സോ അതിന് ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്നതാണ് അസിങ്ക് ഫംഗ്ഷനുകൾ. അപ്പോൾ ഒരു ഫംഗ്ഷന് സാധാരണ ഏതൊരു ഫംഗ്ഷൻ ഗെറ്റ് മൈ ഡാറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, സോ സാധാരണ ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ അസിങ് എന്ന് പറഞ്ഞ് കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അസിങ് ഫംഗ്ഷനായി. ഇനി പാരോ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഓപ്പണിംഗ് ബ്രാക്കറ്റിന്റെ മുന്നിൽ അസിങ് എഴുതിയാൽ മതി. അസിങ് ഫംഗ്ഷൻ സാധാരണ ഫംഗ്ഷൻ പോലെയല്ല, ഇത്തിരി സ്പെഷ്യലാണ്. അതായത് ബേസിക്കലി ഇത് ജാവാസ്ക്രിപ്റ്റ് ഇത് അസിൻക്രണസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ തന്നെ അത് ഫുൾ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് പിന്നീട് എപ്പോഴോ ആണ് വരിക എന്നുള്ള അസംഷനിലാണ് ജാവാസ്ക്രിപ്റ്റ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു 12 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്താലും സാധാരണ ഇതുപോലെ ഗെറ്റ് മൈ ഡാറ്റ എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ലോഗ് വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ 12 അല്ല പ്രിന്റ് ചെയ്യുക. ഓക്കെ, സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെറ്റ് മൈ ഡാറ്റ ഒരു അസിൻക്രണസ് ആണ് എന്നാണ് ജാവാസ്ക്രിപ്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അസിങ് ഫംഗ്ഷൻ എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഒരു പ്രോമിസ് ആയിരിക്കും. ഇത് റൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ കോഡൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോമിസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ പ്രോമിസിൽ നിന്ന് ഡാറ്റ എടുക്കണം എന്ത് ചെയ്യണം? ദെൻ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പ്രോമിസിന് ഡാറ്റ എടുക്കാൻ. സോ നമ്മൾ ദെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ പ്രോമിസിൽ ചെയ്ത പോലെ കോൾ ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടും. പക്ഷെ ഇപ്പോഴും നമ്മൾ കോൾ ബാക്ക് ഒഴിവാക്കിയിട്ടില്ല. സോ കോൾ ബാക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ആണ് അവൈറ്റ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു കോൾ ബാക്ക് ഒഴിവാക്കണമെങ്കിൽ അതിന് ജാവാസ്ക്രിപ്റ്റ് കമ്പൈലർ സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് അവൈറ്റ് എല്ലാവരും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവൈറ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷനിന്റെ ഉള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷനുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അസിങ് ഫംഗ്ഷനുകൾ. സോ അവൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ പ്രോമിസിന് കോൾ ബാക്ക് ഒഴിവാക്കാൻ നോക്കാം. ഈ അസിങ് ഫംഗ്ഷൻ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പ്രോമിസ് ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് അവൈറ്റ് ചെയ്യാൻ പറ്റും. പ്രോമിസ് ഒബ്ജക്റ്റ് അവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോമിസ് റിസോൾവ് ചെയ്യണം വരെ നമുക്ക് ആ കോഡ് അവിടെ ഹാങ് ചെയ്ത് നിർത്താൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫെച്ച് ഡാറ്റ എന്ന് പറഞ്ഞ കോഡ് നമ്മളിവിടെ ഫെച്ച് ഡാറ്റ വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞത് റിട്ടേൺ ചെയ്യുന്നത് പ്രോമിസിൻ്റെ ഒബ്ജക്റ്റാണ്. അത് പ്രോമിസിൻ്റെ ഒബ്ജക്റ്റാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ അവൈറ്റ് ചെയ്യാൻ പറ്റും. അവൈറ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോമിസ് റിസോൾവ് ചെയ്യുന്നവരെ അതിനവിടെ അവൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവൈറ്റ് ചെയ്തല്ലോ എന്ന് വെച്ചാൽ റിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇതെന്താണോ റിട്ടേൺ ചെയ്യുന്നത് വാല്യൂ 1. ഓക്കെ, അത് ആ റിസോൾവ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഈ വാല്യൂ 1ൽ റിട്ടേൺ ചെയ്യുന്നത്. അതായത് അസിങ് ഫംഗ്ഷനകത്ത് നമ്മൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മളത് ദെൻ എഴുതുന്നതിന് തുല്യമാണ്. ദെന്നിൽ ഈ ഡാറ്റ വരുന്നതായിരിക്കും ഈ അവൈറ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഡാറ്റ പ്രിൻറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അസിങ് ഫംഗ്ഷൻ വിളിച്ച് നോക്കാം. ഗെറ്റ് മൈ ഡാറ്റ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നത് ആ അവൈറ്റ് ചെയ്ത് കിട്ടുന്ന റെസ്പോൺസ് ആയിരിക്കും. സോ അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് കോൾ ബാക്കിൻ്റെ ആവശ്യമില്ല. നമുക്ക് സാധാരണ കോഡ് ലൈൻ ബൈ ലൈൻ എഴുതുന്ന പോലെ തന്നെ എഴുതുകയും ചെയ്യാം. ഇതാണെങ്കിൽ അസിൻക്രണസ് ആണ് അതിനും. സോ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വേറെ ഫംഗ്ഷൻ വിളിക്കുന്നെങ്കിൽ നമുക്ക് യൂസർ ID എടുക്കാം. ആ യൂസർ ID വെച്ചിട്ട് നമുക്ക് അടുത്ത API വിളിക്കണമെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അവൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ അവൈറ്റ് ചെയ്ത് ഡാറ്റ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇവിടെ ഡാറ്റ ഡോട്ട് വാല്യൂ 1 ഡോട്ട് യൂസർ ID ആണ്. ഓക്കെ, സോ അങ്ങനെ അവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതവിടെ ഡാറ്റ കിട്ടുന്നു. സോ നമുക്കങ്ങനെ പ്രോമിസ് ദെൻ ഉപയോഗിക്കുന്നതിന് പകരം നമുക്കതിനെ അവൈറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. സോ അസിങ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു എപ്പോഴും പ്രോമിസ് ആണ് റിട്ടേൺ ചെയ്യുക. അസിങ് ഫംഗ്ഷനകത്ത് വല്ല ഡാറ്റയും വേണമെങ്കിൽ നമുക്ക് ഈ ഡാറ്റ വേണമെങ്കിൽ റിട്ടേൺ ഡാറ്റ കൊടുക്കാം. ഓക്കെ, ഈ ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ നമുക്കിത് അവൈറ്റ് ചെയ്യണം. കോൺസ്റ്റ് ഡാറ്റ ഇസ് ഈക്വൽ ടു അവൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ നമുക്കിത് ഇവിടെ ഡാറ്റ പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒന്നല്ലെങ്കിൽ നമുക്കിത് അവൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ പ്രോമിസ് എടുക്കുന്ന പോലെ തന്നെ ഡോട്ട് ദെൻ വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്താലും
അതേപോലെ ഡാറ്റ കിട്ടും. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ അവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തായിരിക്കണം. സോ ഇവിടെ അസിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തല്ല, അത് ടോപ്പ് ലെവലാണ്, ഫംഗ്ഷൻ്റെ ഒക്കെ പുറത്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ അത് വർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മൊഡ്യൂളായിട്ടാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ടൈപ്പ് ഈക്വൽ ടു മൊഡ്യൂളായിട്ടാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഫയൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ മൊഡ്യൂളായിട്ട് ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇതിന് ടോപ്പ് ലെവലിലും അവൻ അവൈറ്റ് സപ്പോർട്ട് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ ടോപ്പ് ലെവലിലും നമുക്ക് അവൈറ്റ് പറ്റും, അല്ലെങ്കിൽ അസിങ്ങിനകത്തും നമുക്ക് അവൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് വേറെ ഫംഗ്ഷൻ, സാധാരണ ഫംഗ്ഷനുകൾക്ക്, ഫോർ എക്സാമ്പിൾ ഇതൊരു അസിങ്ക് അല്ലാത്തൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അവൈറ്റ് ഇവിടെ എറർ കാണിക്കും. പിന്നെ ഇവിടെ അവൈറ്റ് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞു. ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾക്ക് അറിയാം ജാവാസ്ക്രിപ്റ്റ് എപ്പോഴും സിംഗിൾ ത്രെഡഡ് ആണ്. സോ അതുകൊണ്ട് അസിങ്ക് ഫംഗ്ഷനുകൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ത്രെഡ് ബ്ലോക്ക് ആവുമോ എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. ഓക്കെ, സോ അതിന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ അവൈറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഗെറ്റ് മൈ ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കാം. ഓക്കെ, സാധാരണ പ്രോമിസ് പോലെ ഉപയോഗിക്കാം. ഡോട്ട് ദെൻ ഡാറ്റ, എന്നിട്ട് ഡാറ്റ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ലോഗ് കൊടുക്കാം 1, ഇവിടെ ഒരു ലോഗ് കൊടുക്കാം 2, എന്നിട്ട് ഗെറ്റ് മൈ ഡാറ്റയുടെ റിട്ടേൺ ചെയ്യണക്കാട്ടി പിന്നെ ഡാറ്റ റിട്ടേൺ ചെയ്യണക്കാട്ടി പിന്നെ ഗോട്ട് ഡാറ്റ. ഓക്കെ, ഇങ്ങനെ പ്രിന്റ് കൊടുക്കാം. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗെറ്റ് മൈ ഡാറ്റ വിളിക്കുകയാണ്. ഗെറ്റ് മൈ ഡാറ്റ വിളിക്കുമ്പോൾ കോഡ് ഇവിടോട്ട് എത്തും. ഇവിടെ വെയിറ്റ് ചെയ്യുവാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 പ്രിന്റ് ചെയ്തും 2 പ്രിന്റ് ചെയ്ത ശേഷമാണ് ഗോട്ട് ഡാറ്റ പ്രിന്റ് ചെയ്യുന്നത്. സോ അതായത് ഇവിടെ ഫസ്റ്റ് അവൈറ്റ് കിട്ടുമ്പോൾ തന്നെ ഇവൻ പ്രോമിസ് ഇവന് റിട്ടേൺ ചെയ്തോളും. ഓക്കെ, അവൻ വെയിറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് ഇതിൻ്റെ ഡാറ്റ എപ്പോൾ റിട്ടേൺ ചെയ്യുന്നോ ആ റിട്ടേൺ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ പ്രോമിസ് റിസോൾവ് ചെയ്യുക. ഓക്കെ, സോ അതൊക്കെ ഇൻറ്റേർണലി ഹാൻഡിൽ ചെയ്തോളും. സോ നമ്മൾ അവൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ത്രെഡ് അവിടെ ബ്ലോക്ക് ചെയ്യുന്നില്ല, പകരം അത് ഇൻറ്റേർണലി സാധാരണ പ്രോമിസും കോൾ ബാക്കും ആയിട്ട് ഇൻറ്റേർണലി ഇത് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ പ്രോമിസാണ് പെട്ടെന്ന് റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ ഒരു ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം ആ കോഡ് അവിടെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് കോഡ് എഴുതാൻ പറ്റും. അത് നമുക്ക് കോഡ് എഴുതാനൊക്കെ വളരെയധികം എളുപ്പമായിരിക്കും. സോ അതാണ് അസിങ്ക് അവൈറ്റ്. ഇത് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് പ്രോമിസ് കുറച്ചും കൂടി എളുപ്പത്തിൽ എഴുതാൻ തരുന്ന 2 സിൻടാക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ അസിങ്ക് അവൈറ്റിനെ പ്രോമിസ് എഴുതാൻ ഉപയോഗിക്കുന്ന സിൻടാറ്റിക് ഷുഗർ എന്നും പറയാറുണ്ട്. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജാവാസ്ക്രിപ്റ്റിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് അസിങ്ക് അവൈറ്റ്.